Hello everyone, welcome to Track Tutorials. കേരള PSC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എക്സാംസിൻ്റെ ക്ലാസ്സസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക്കൽ ബന്ധപ്പെടുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഒരുപാട് തിയറംസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിയറം എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ തിയറമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൂപ്പർ പൊസിഷൻ തിയറം എന്ന് നോക്കാം. In any linear bilateral network containing two or more independent sources, the resultant current or voltage in any branch is the algebraic sum of current or voltages caused by each independent sources acting alone, with all the independent sources being replaced by their internal resistance. Okay, ഇതാണ് ആര് പറയുന്നത്? സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കറണ്ട് സോഴ്സോ രണ്ടോ അതിൽ കൂടുതലോ കറണ്ട് സോഴ്സോ വോൾട്ടേജ് സോഴ്സോ ഉണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ടിൻ്റെ ടോട്ടൽ കറണ്ട് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് കറണ്ട് ഓർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? is the algebraic sum of current or voltages caused by each independent sources. അതായത് ഓരോ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനും വോൾട്ടേജിൻ്റെ എന്തായിരിക്കും? ആൾജബ്രയ്ക്ക് സം ആയിരിക്കും. ഓക്കെ, ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, വിത്ത് ഓൾ ദ അതർ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ബീയിങ് റീപ്ലേസ്ഡ് ബൈ ദർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ സോഴ്സസും എന്തായിരിക്കണം? അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. എന്ന് വെച്ചാൽ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് മാത്രം എടുക്കുക, എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അടുത്ത ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എടുക്കുക. ആ സമയത്ത് ബാക്കി എല്ലാത്തിനെയും വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൻ്റെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് എല്ലാം നമുക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? മൊത്തം സർക്യൂട്ടിൻ്റെ കറണ്ട് ഓർ വോൾട്ടേജ് കിട്ടും. ഇതാണ് ആര് പറയുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇൻ എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് കണ്ടെയ്നിങ് ടു ഓർ more independent sources, the resultant current or voltage in any branch is the algebraic sum of current or voltages caused by each independent sources acting alone, with all the independent sources being replaced by their internal resistance. Okay, ഇനി നമുക്ക് പ്രൊസീജിയർ നോക്കി എങ്ങനെയാണ് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിൽ എന്താ? സൂപ്പർ പൊസിഷൻ സർക്യൂട്ടിൽ എന്തുണ്ടാവും? തിയറം അപ്ലൈ ചെയ്യേണ്ട സർക്യൂട്ടിൽ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സസ് ഉണ്ടാവും. ചിലപ്പോൾ കറണ്ട് സോഴ്സ് ആവാം, ചിലപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആവാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീറ്റെയിൻ വൺ സോഴ്സ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു സോഴ്സിന് മാത്രം എന്ത് ചെയ്യുക? റീറ്റെയിൻ ചെയ്യുക, ഒരു സോഴ്സ് മാത്രം കണ്ടുപിടിക്കുക. ആ സമയത്ത് ബാക്കി സോഴ്സസ് എന്ത് ചെയ്യണം? റീപ്ലേസ് ഓൾ അതർ സോഴ്സസ് വിത്ത് ദെയർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് എന്ത് ചെയ്യുക? അത് ബാക്കി എല്ലാ സോഴ്സസിനെയും റീപ്ലേസ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ വോൾട്ടേജ് സോഴ്സിനെ എന്ത് ചെയ്യണം? ഷോർട്ട് ചെയ്യണം. ബാക്കിയുള്ള എല്ലാ കറണ്ട് സോഴ്സിനെ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ഔട്ട്പുട്ട് കറണ്ട് ഓർ വോൾട്ടേജ് ഡ്യൂ ടു സിംഗിൾ സോഴ്സ് അലോൺ. അതായത് സ്റ്റെപ്പ് 1 നമ്മൾ സെലക്ട് ചെയ്ത ഏത് സോഴ്സ് ആണോ ആ സോഴ്സ് കാരണം ഉണ്ടാവുന്ന ഔട്ട്പുട്ട്, അതായത് കറണ്ട് ആവാം, വോൾട്ടേജ് ആവാം, അത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 1 and 2 ഫോർ ഈച്ച് ഓഫ് ദ അതർ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ്. സ്റ്റെപ്പ് 1 എടുത്ത വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് മാറ്റിയിട്ട് വേറെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എടുക്കുക. ആ സമയത്ത് ബാക്കി എല്ലാത്തിനെയും എന്ത് ചെയ്യുക? അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ സ്റ്റെപ്സ് 1 ഉം 2 ഉം റിപ്പീറ്റ് ചെയ്യുക വേറെ സോഴ്സ് എടുത്തിട്ട്. ഇനി സ്റ്റെപ്പ് 4 find the total contribution by adding algebraically all the contributions to the independence due to the independent sources. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് സ്റ്റെപ്പ് 1 ഉം 2 ഉം 3 ഉം കണ്ടുപിടിച്ച എല്ലാ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസിനും എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ കോൺട്രിബ്യൂഷൻ, അതായത് ടോട്ടൽ കറണ്ടോ വോൾട്ടേജോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് പ്രൊസീജിയർ ഫോർ സൂപ്പർ പൊസിഷൻ തിയറം. ഓക്കെ, അടുത്തതായി കുറച്ച് സൂപ്പർ പൊസിഷൻ തിയറത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ആപ്ലിക്കബിൾ ഫോർ വോൾട്ടേജ് ആൻഡ് കറണ്ട് കാൽക്കുലേഷൻ ഓൺലി. അതായത് ഒരു സർക്യൂട്ടിൻ്റെ വോൾട്ടേജോ കറണ്ടോ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പവർ കാൽക്കുലേഷൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വോൾട്ടേജ് ആൻഡ് കറണ്ട് കാൽക്കുലേഷൻ മാത്രമേ സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ചിട്ട്
ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് AC ആൻഡ് DC സോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം AC സോഴ്സിലും യൂസ് ചെയ്യാം, DC സോഴ്സിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത്, സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ആപ്ലിക്കബിൾ ഫോർ ലീനിയർ, ബൈലാറ്ററൽ ആൻഡ് പാസീവ് എലമെൻറ്റ്സ്. അതായത് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ സർക്യൂട്ടിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം. ലീനിയർ സർക്യൂട്ടിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈലാറ്ററൽ അതുപോലെ പാസീവ് എലമെൻറ്റ്സിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ പവർ കാൽക്കുലേഷൻ. പവർ മെഷർ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതേപോലെ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ നോൺ ലീനിയർ എലമെൻറ്റ്സ്. നോൺ ലീനിയർ എലമെൻറ്റ്സ് സർക്യൂട്ടിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല? സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സൂപ്പർ പൊസിഷൻ തിയറത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറത്തിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ്. ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു വോൾട്ടേജ് തന്നിട്ടുണ്ട് VS1 വോൾട്ട്, ഒരു കറണ്ട് തന്നിട്ടുണ്ട് IS2 കറണ്ട് സോഴ്സ്. വോൾട്ടേജ് സോഴ്സ് VS1 വോൾട്ടേജ് സോഴ്സ്, IS2 എന്ന് പറയുന്നത് കറണ്ട് സോഴ്സാണ്. പിന്നെ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് Vout. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? VS1 5, IS2 0 ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 3 ആണ്. ഓക്കെ, അതുപോലെ VS1 0യും IS2 2 ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 6 ആണ്. അതേപോലെ അങ്ങനെയാണെങ്കിൽ VS1ൻ്റെ വാല്യൂ 10ഉം IS2ൻ്റെ വാല്യൂ 8 ആംപിയർ ആകുമ്പോൾ എത്രയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഇതാണ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ നോക്കിയാൽ, VS1 5 ആകുമ്പോൾ IS2 0 ആണ്. ആ സമയത്ത് V ഔട്ട്പുട്ട് എത്രയാണ്? 3 ആണ്. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാം? അതായത് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. കറണ്ട് സോഴ്സ് എന്താണ്? 0 ആണ്. കറണ്ട് സോഴ്സ് 0 ആണ്. വോൾട്ടേജ് സോഴ്സ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് 3 ആണ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? വോൾട്ടേജ് സോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ സോഴ്സാണ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. അതായത് കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്നുള്ളൂ. കറണ്ട് 2 ആംപിയർ ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 6 ആണ്. മൂന്നാമത്തെ കണ്ടീഷനിലോ വോൾട്ടേജ് സോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്, കറണ്ട് സോഴ്സും ആക്ട് ചെയ്യുന്നത്. അത് മൊത്തം സർക്യൂട്ടിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? അതായത് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നോക്കാം. നമുക്ക് ഒരു റിലേഷൻ എഴുതാം. VS1 + BIS2 = Vout. ഓക്കെ, A എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ കോൺസ്റ്റൻ്റ് ടേം 5, 0 ഒക്കെ അതൊക്കെയാണ് A എന്ന് പറയുന്നത്. VS1 വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ + BIS2 = Vout. അപ്പോൾ ഇതിനുള്ള നമുക്ക് സർക്യൂട്ടിൽ കാണിച്ചു നോക്കുക. ഒരു ലീനിയർ നെറ്റ്വർക്ക് ഉണ്ട്. സർക്യൂട്ടിൽ എന്തുണ്ട്? ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താ? VS1 മാത്രം ആക്ട് ചെയ്യുന്നു. ആ സമയത്ത് ഇതെന്താണ്? ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ ആ സമയത്തുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? IS2 മാത്രം ആക്ട് ചെയ്യുന്നു. ആ സമയത്ത് ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. ആ സമയത്തുള്ള ഔട്ട്പുട്ട് വോൾട്ടേജും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. വോൾട്ടേജ് സോഴ്സ് 1 മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് 5 VS1 = IS2 എത്രയാണ്? ആ സമയത്ത് 0 ആണ് അല്ല, 0 ആണ്. അപ്പോൾ എന്ത്? 5 VS1 = 3. അപ്പോൾ VS1 = എന്ത് കിട്ടും? 3/5. VS1ൻ്റെ വാല്യൂ കിട്ടി 3/5. ഇനി നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? 2 IS2 = 6. രണ്ടാമത്തെ കണ്ടീഷൻ 2 IS2 = 0. കാരണം എന്തായാലും VS1ൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ ആ ടേം അവിടെ വരുന്നില്ല. ബാക്കി എന്തേ ഉള്ളൂ? 2 IS2 = 6. അങ്ങനെയാണെങ്കിൽ IS2 എന്ത് കിട്ടും? 6/2 = 3 എന്ന് കിട്ടും. 6/2 = 3. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. 10 VS1 + 8 IS2. അതാണ് എന്ത്? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ 10 VS1 + 8 IS2 = അതാണ് എന്ത്? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് VS1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, IS2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 10 × 3/5 + 8 × IS2ൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ 8 × 3. അപ്പോൾ 5 ഇത് ക്യാൻസൽ ചെയ്യും. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 + 24 = 30 വോൾട്ട്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 വോൾട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ്? അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ടാണ്. ഇതെങ്ങനെ സൂപ്പർ പൊസിഷൻ തിയറം മനസ്സിലായത്? ഒരു സോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ മറ്റേ സോഴ്സ് എന്താണ്? അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വഴി റീപ്ലേസ് ചെയ്തേക്കാണ്. അതേപോലെ രണ്ടാമത്തേൽ ഈ സോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പത്തെ അല്ലെങ്കിൽ ചെയ്തിരുന്ന സോഴ്സിന് എന്ത് ചെയ്യുന്നു? ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വഴി റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതാണ് സൂപ്പർ പൊസിഷൻ തിയറം. ഇനി നമുക്ക് അടുത്ത തിയറത്തിലേക്ക് പോകാം. അടുത്ത തിയറം എന്ന് പറയുന്നത് മിൽമാൻസ് തിയറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മിൽമാൻസ് തിയറം നമുക്ക് നോക്കാം. 2 or more ഐഡിയൽ വോൾട്ടേജ് സോഴ്സസ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. അതായത് നമ്മുടെ കയ്യിൽ 2 അതിൽ കൂടുതലോ ഐഡിയൽ വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് മാത്രമല്ല, എൻ്റെ കൂടെ എന്തുണ്ട്? ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. ഈ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ കൂടെ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്.
ഓക്കെ, രണ്ടോ അതിൽ കൂടുതൽ ഐഡിയൽ വോൾട്ടേജ് സോഴ്സും സീരീസ് ആയിട്ട് എന്തും കൂടിയുണ്ട്, ഒരു റെസിസ്റ്റൻസും കൂടിയുണ്ട്. ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഇതൊക്കെ അങ്ങനെ എഴുതിയേക്കാണ്, ഈ രണ്ടോ അതിൽ കൂടുതലുള്ള ഐഡിയൽ വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും സീരീസ് ആയിട്ടുള്ള ബ്രാഞ്ച് പാരലൽ ആയിട്ട് വെച്ചേക്കാണ്, കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ എന്ത് ചെയ്യാം, ദേ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. അതായത് രണ്ടോ അതിൽ കൂടുതലോ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് പാരലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എന്താക്കി മാറ്റാം, ഒറ്റ വോൾട്ടേജ് സോഴ്സും ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റാം. ഇതാണ് ആര് പറയുന്നത്, മിൽമാൻസ് തിയറം പറയുന്നത്. ടു ഓർ മോർ ദാൻ ടു ഐഡിയൽ വോൾട്ടേജ് സോഴ്സസ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. അങ്ങനെ ഒരു ഒറ്റ ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഫിഗർ നോക്കാം, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, സീരീസ് ആയിട്ട് എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഒരു ഇതുണ്ട്. അതേപോലെ അടുത്ത വോൾട്ടേജ് സോഴ്സും സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ്, അതുപോലെ എത്ര ഉണ്ടാവും, n നമ്പർ ഓഫ് വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, അത് നമ്മൾ എവിടെ കൊടുത്തേക്കാണ്, ഒരു ലോഡിന് അക്രോസ് കൊടുത്തേക്കാണ്, ലോഡ് റെസിസ്റ്റൻസ് അക്രോസ് കൊടുത്തേക്കാണ്. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട്, n നമ്പർ ഓഫ് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താക്കി മാറ്റാമെന്ന് പറയുന്നത്, മിൽമാൻസ് തിയറം വെച്ചിട്ട് ഒറ്റ വോൾട്ടേജ് സോഴ്സും ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി എന്ത് ചെയ്യാം, മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ആര് പറയുന്നത്, മിൽമാൻസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, അത് നമുക്ക് വി ഇക്വാലൻ്റ് എന്ന് വിളിക്കും. അതുപോലെ എല്ലാ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വെക്കുന്ന റെസിസ്റ്റൻസിന് ആർ ഇക്വാലൻ്റ് എന്ന് വിളിക്കും. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ വോൾട്ടേജ് വി ഇക്വാലൻ്റിന് ഒരു ഇക്വേഷൻ വേണം, അതേപോലെ ആർ ഇക്വാലൻ്റിന് എന്ത് വേണം, ഒരു ഇക്വേഷൻ വേണം. അതാണ് അടുത്തത്. വി ഇക്വാലൻ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് V1 ബൈ R1 പ്ലസ് V2 ബൈ R2 അതേപോലെ അപ് ടു എന്ത് വരും, Vn ബൈ Rn ഡിവൈഡഡ് ബൈ 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് അങ്ങനെ പോയിട്ട് എന്ത് വരും, 1 ബൈ Rn. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ, നമ്മുടെ മിൽമാൻസ് തിയറം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ച ഇക്വാലൻ്റ് വോൾട്ടേജ് സോഴ്സിൻ്റെ ഇക്വേഷൻ. അതേപോലെ എന്തുണ്ട്, റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ വേണം, അതാണ് ആർ ഇക്വാലൻ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് അങ്ങനെ പോയി 1 ബൈ Rn വരെ. ഓക്കെ, ഇതാണ് വി ഇക്വാലൻ്റിൻ്റെയും ആർ ഇക്വാലൻ്റിൻ്റെയും വാല്യൂ. ഇതാണ് മിൽമാൻസ് തിയറം പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു സർക്യൂട്ട് ഉണ്ട്, ആ സർക്യൂട്ടിൽ ഒരു രണ്ടോ അതിൽ കൂടുതലോ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. അതൊക്കെ പാരലായിട്ട് വെച്ചേക്കുവാണെങ്കിൽ അത് നമുക്ക് എന്താക്കി മാറ്റാം, ഒറ്റ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ വോൾട്ടേജ് സോഴ്സ് ആക്കിയതിൻ്റെ വാല്യൂ വി ഇക്വാലൻ്റ് ഇക്വേഷൻ നോക്കാം. അതേപോലെ ആർ ഇക്വാലൻ്റ് സീരീസ് ആയിട്ട് വെക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1 ബൈ ആർ ഇക്വാലൻ്റ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അതേപോലെ വേറെ സാധനം കൊണ്ട് ഡ്യുവൽ മിൽമാൻസ് തിയറം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വോൾട്ടേജ് സോഴ്സസിനെ കുറിച്ചാണ് പറഞ്ഞത്, അതേപോലെ കറണ്ട് സോഴ്സും കൂടിയുണ്ട്. അതാണ് ആര് പറയുന്നത്, ഡ്യുവൽ മിൽമാൻസ് തിയറം പറയുന്നത്. അപ്പോൾ എന്താണ് ഡ്യുവൽ മിൽമാൻസ് തിയറം നോക്കാം. 2 or more than 2 കറണ്ട് സോഴ്സസ്, നേരത്തെ വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു മിൽമാൻസ് തിയറത്തിൽ. ഡ്യുവൽ മിൽമാൻസ് തിയറത്തിൽ എന്താണ്, 2 or more than 2 കറണ്ട് സോഴ്സസ് ഇൻ പാരലൽ വിത്ത് ഇംപെഡൻസ്. ഓരോ കറണ്ട് സോഴ്സിന് പാരലായിട്ട് എന്തുണ്ട്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപെഡൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്, അതെല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്യൂട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ദേ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ് പാരലൽ വിത്ത് ഇംപെഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് കറണ്ട് സോഴ്സ്, രണ്ടോ അതിൽ കൂടുതലോ കറണ്ട് സോഴ്സ് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉള്ള സാധനം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം, ഒറ്റ കറണ്ട് സോഴ്സ് പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഡ്യുവൽ മിൽമാൻസ് തിയറം. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നോക്കാം, നമ്മുടെ കയ്യിൽ ഒരു കറണ്ട് സോഴ്സ് I1 അതുപോലെ I2 ഉണ്ട്, അതുപോലെ എത്ര ഉണ്ട്, IN വരെയുള്ള കറണ്ട് സോഴ്സ് ഉണ്ട്. ഓരോന്നിനും പാരലായിട്ട് എന്തുണ്ട്, റെസിസ്റ്റൻസ് R1 R2 അതുപോലെ Rn ഉണ്ട്. എല്ലാം സീരീസ് ആയിട്ട് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് എന്താക്കി മാറ്റാം, ഒറ്റ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ഒറ്റ റെസിസ്റ്റൻസ് ആക്കി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഡ്യുവൽ മിൽമാൻസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കറണ്ട് സോഴ്സിന് ഒരു വാല്യൂ ആണ്. ആ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I ഇക്വാലൻ്റ് ഇസ് ഈക്വൽ ടു I1 R1 പ്ലസ് I2 R2 പ്ലസ് അങ്ങനെ പോയി IN Rn ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് അപ് ടു Rn. ഓക്കെ, അതേപോലെ ആർ ഇക്വാലൻ്റ് വാല്യൂ പാരലായിട്ട് വെക്കുന്ന റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്, ആർ ഇക്വാലൻ്റ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് അതുപോലെ പോയി പ്ലസ് Rn വരെ വരും. ഓക്കെ, ഇതാണ് ഡ്യുവൽ മിൽമാൻസ് തിയറം. ഓക്കെ, നമ്മുടെ അടുത്ത തിയറം എന്ന് പറയുന്നത് റെസിപ്രോസിറ്റി തിയറം. അപ്പോൾ എന്താണ് റെസിപ്രോസിറ്റി തിയറം പറയുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു റെസിപ്രോസിറ്റി തിയറം, ദ കറണ്ട് ഇൻ ബ്രാഞ്ച് X
due to a voltage source in branch Y of a linear bilateral network is same as current in branch Y due to voltage source in branch X. Okay, എന്താ നോക്കാം. According to reciprocity theorem, the current in branch X due to voltage source in branch Y എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു ലീനിയർ നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ ബ്രാഞ്ച് എക്സ് ഇതാണ്, അതുപോലെ ബ്രാഞ്ച് വൈ ഇതാണ്. ഓക്കെ, ബ്രാഞ്ച് വൈയിൽ എന്തുണ്ട്? ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ബ്രാഞ്ച് വൈയിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആ വോൾട്ടേജ് സോഴ്സ് കാരണം എക്സിൽ എന്തുണ്ട്? ബ്രാഞ്ച് എക്സിൽ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈസ് സെയിം ആസ് എന്തായിരിക്കും? സെയിം ആസ് കറണ്ട് ഇൻ ബ്രാഞ്ച് വൈ ഡ്യൂ ടു വോൾട്ടേജ് സോഴ്സ് ഇൻ ബ്രാഞ്ച് എക്സ്. അതായത് നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സിനെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്? വൈ എന്നുള്ളതിന് എക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വൈയിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ റെസിപ്രോസിറ്റി തിയറം പറയുന്നത് ഈ രണ്ട് കറണ്ടും എന്തായിരിക്കും? ഈ രണ്ടും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അതായത് നമ്മുടെ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സോഴ്സിൻ്റെ പൊസിഷൻ നമ്മൾ ബ്രാഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും എക്സും വൈയും തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലും ഉണ്ടാവുന്ന റെസ്പോൺസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. അതായത് the current in branch X due to voltage source in branch Y. ബ്രാഞ്ച് വൈയിലുള്ള വോൾട്ടേജ് സോഴ്സ് കാരണം ഉണ്ടാവുന്ന ബ്രാഞ്ച് എക്സിൽ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈസ് സെയിം ആസ് കറണ്ട് ഇൻ ബ്രാഞ്ച് വൈ ഡ്യൂ ടു വോൾട്ടേജ് സോഴ്സ് ഇൻ ബ്രാഞ്ച് എക്സ്. അതായത് ബ്രാഞ്ച് എക്സിലുള്ള വോൾട്ടേജ് സോഴ്സ് കാരണം ഉണ്ടാവുന്ന കറണ്ടിന് എന്തായിരിക്കും? ബ്രാഞ്ച് വൈയിൽ ഉണ്ടാവുന്ന കറണ്ടിന് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ വോൾട്ടേജ് സോഴ്സും എഫക്റ്റും, അതായത് രണ്ടും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലും അതിൻ്റെ റെസ്പോൺസിന് എന്തുണ്ടാവുന്നില്ല? മാറ്റം ഉണ്ടാവുന്നില്ല. അതാണ് ആര് പറയുന്നത്? റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ദിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിസീവിംഗ് ആൻറ്റിന ആർ സെയിം ആസ് ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെയിം ആൻറ്റിന വെൻ യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ. അതായത് നമുക്ക് അറിയാം, ട്രാൻസ്മിഷന് റിസീവിംഗ് വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആൻറ്റിനേഴ്സ് റിസീവിങ് ആൻറ്റിനേൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന റിസീവിങ് ആൻറ്റിന യൂസ് ചെയ്യുന്ന അതേ ആൻറ്റിന നമുക്ക് എവിടെയും യൂസ് ചെയ്യാം? ട്രാൻസ്മിഷനിലും യൂസ് ചെയ്യാം. പക്ഷേ കണ്ടീഷൻ എന്താ? റിസീവിങ് ആൻറ്റിനയുടെ ക്യാരക്ടറിസ്റ്റിക്സും ട്രാൻസ്മിഷൻ ആൻറ്റിന ക്യാരക്ടറിസ്റ്റിക്സും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് നമ്മൾ എൻഡ്സ് മാറ്റി കൊടുത്താൽ, രണ്ടിൻ്റെയും സോഴ്സ് എൻഡ് മാറ്റി കൊടുത്താലും ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. ദിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിസീവിംഗ് ആൻറ്റിന ആർ സെയിം ആസ് ദ ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെയിം ആൻറ്റിന വെൻ യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ. ഓക്കെ, റിസീവിംഗ് ആൻറ്റിന നമുക്ക് എവിടെയും യൂസ് ചെയ്യാം? ട്രാൻസ്മിഷനിലും യൂസ് ചെയ്യാം. കണ്ടീഷൻ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് റെസിപ്രോസിറ്റി തിയറം. അതായത് ഇൻ എ ലീനിയർ പാസീവ് നെറ്റ്വർക്ക് സപ്ലൈ വോൾട്ടേജ് വി ആൻഡ് കറണ്ട് ആർ മ്യൂച്വലി ട്രാൻസ്ഫറബിൾ. നമുക്ക് സപ്ലൈ വോൾട്ടേജും അതിന് കാരണം ഉണ്ടാകുന്ന റെസ്പോൺസും കയ്യും എന്ത് ചെയ്യാം? പരസ്പരം എന്ത് ചെയ്യാം? മ്യൂച്വലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് റെസിപ്രോസിറ്റി തിയറം. ഇൻ എ ലീനിയർ പാസീവ് നെറ്റ്വർക്ക് ദ സപ്ലൈ വോൾട്ടേജ് വി ആൻഡ് കറണ്ട് ഐ ആർ മ്യൂച്വലി ട്രാൻസ്ഫറബിൾ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താലും അതിൻ്റെ റെസ്പോൺസിന് എന്തുണ്ടാവുന്നില്ല? മാറ്റം സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വി ബൈ ഐ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് ആണ്. വി ബൈ ഐ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ്. കാരണം വോൾട്ടേജും കറണ്ടും നമുക്ക് എന്ത് ചെയ്യാം? പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോഴ്സ് നമുക്ക് പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ടെല്ലിഗൻസ് തിയറം. ഓക്കെ, നമ്മുടെ തിയറംസിൻ്റെ ലാസ്റ്റത്തെ ഇതാണ് ടെല്ലിഗൻസ് തിയറം. അപ്പോൾ എന്താണ് ടെല്ലിഗൻസ് തിയറം പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് തിയറം the algebraic sum of the power consumed by all the branches of network is always 0. നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്താൽ അതിൽ ആൽജബ്രിക് സം ഓഫ് അതിൻ്റെ വോൾട്ടേജിൻ്റെ ആൽജബ്രിക് സം എടുത്ത് എത്ര കിട്ടും? നമുക്ക് 0 കിട്ടും. അതേപോലെ ടെല്ലിഗൻസ് തിയറം പറയുന്നത് ദ ആൽജബ്രിക് സം ഓഫ് പവർ കൺസ്യൂംഡ് ബൈ ഓൾ ദ ബ്രാഞ്ചസ് ഓഫ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലെ എല്ലാ ബ്രാഞ്ചും, ചിലപ്പോൾ റെസിസ്റ്റൻസ് ആവാം അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ആവാം, അപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ആൽജബ്രിക് സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസ് ഓൾവേസ് ഈക്വൽ ടു 0. ദ ആൽജബ്രിക് സം ഓഫ് പവർ കൺസ്യൂംഡ് ബൈ ഓൾ ബ്രാഞ്ചസ് ഓഫ് നെറ്റ്വർക്ക് ഈസ് ഓൾവേസ് 0. അതായത് നമുക്ക് എന്തെന്ന് പറയാം? സിഗ്മ വി കെ ഐ കെ ഈസ് ഈക്വൽ ടു 0. അതായത് വി ഇൻറ്റു ഐ, പവർ എന്ന് വെച്ചാൽ വി ഇൻറ്റു ഐ. അപ്പോൾ എല്ലാത്തിൻ്റെയും സമ്മ്, അതായത് സിഗ്മ വി ഐ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എപ്പോഴും ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ടെല്ലിഗൻസ് തിയറത്തിലെ പ്രത്യേകതകൾ? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. അതായത് ലീനിയർ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാം, നോൺ ലീനിയറിൽ യൂസ് ചെയ്യാം,
ആക്റ്റീവ് നെറ്റ്വർക്കിലും പാസീവിലും യൂസ് ചെയ്യാം. ടൈം വേരിയൻറ്റ്, ടൈം ഇൻവേരിയൻറ്റ്, അതായത് ടെലിഗൻസ് തിയറം എല്ലാ നെറ്റ്വർക്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, വെദർ ഇറ്റ് ഈസ് ലീനിയർ, നോൺ ലീനിയർ, ആക്റ്റീവ്, പാസീവ്, ടൈം വേരിയൻറ്റ്, ടൈം ഇൻവേരിയൻറ്റ് എക്സെട്ര. എല്ലാ സർക്യൂട്ടിലും എന്ത് യൂസ് ചെയ്യാം, എല്ലാ നെറ്റ്വർക്കിലും ടെലിഗൻസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഇറ്റ് ഫോളോസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ടെലിഗൻസ് തിയറം ഫോളോസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അങ്ങനെ നമുക്ക് മൊത്തം സർക്യൂട്ട് തിയറിയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ 7 തിയറംസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സൂപ്പർ പൊസിഷൻ തിയറം ഉണ്ട്, തെവനിൻസ് തിയറം ഉണ്ട്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, നോർട്ടൺസ് തിയറം, അതുപോലെ ടെല്ലിഗൻസ്, മിൽമാൻസ് തിയറം, റെസിപ്രോസിറ്റി തിയറം. അങ്ങനെ 7 തിയറംസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നുള്ളത് തെവനിൻസ് തിയറവും മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അതുപോലെ ബാക്കി എല്ലാ തിയറംസിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇത്രയാണ് തിയറംസിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.